ഹലോ സ്റ്റുഡൻസ്, അങ്ങനെ നമ്മുടെ അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞു. നിങ്ങൾ +1 കൊമേഴ്സ് ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ സ്കൂളിലൊക്കെ പോയി കൊമേഴ്സ് ക്ലാസ്സുകളൊക്കെ കേട്ടിരിക്കുന്ന കുട്ടികളാണ്. നമുക്കറിയാം, ഈ കൊമേഴ്സ് സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് തിയറിയോടൊപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. അപ്പോൾ കുട്ടികളൊക്കെ വളരെ ചോദിക്കാറുണ്ട്, സാർ ഇത് പ്രോബ്ലം പേപ്പർ ആണോ, കാൽക്കുലേഷൻസ് കൂടുതൽ വരാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എന്തായാലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. മറ്റ് തിയറി സബ്ജക്റ്റ് പഠിക്കുന്ന അപ്പുറത്തേക്ക് വേറെ ഒരു സ്റ്റൈലിൽ വേറെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ടൻസി ഫോളോ ചെയ്യാറ്, ഓരോ കുട്ടികൾ, ഈവൻ ഫാക്കൾട്ടീസ് പോലും. അപ്പോൾ തീർച്ചയായും നമ്മളൊരു പ്രോബ്ലം പേപ്പറിൽ വരുമ്പോൾ പല കുട്ടികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡൗട്ട്, സാറേ ഞാൻ 10th മാത്സിൽ എനിക്ക് മാർക്ക് കുറവായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ചും അതിൽ അത്ര ഇൻട്രസ്റ്റഡ് അല്ല, അതുകൊണ്ട് എനിക്ക് അക്കൗണ്ടൻസിയുടെ സ്റ്റഡീസിന് ഇത് ബാധിക്കാറുണ്ടോ, കാൽക്കുലേഷൻ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിന് കൃത്യമായ ഉത്തരം എന്ന് പറയുന്നത്, നമുക്കറിയാം അക്കൗണ്ടൻസി വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മാത്സിലെ നിങ്ങളുടെ എബിലിറ്റി അല്ലെങ്കിൽ മാത്സിലെ അത്രത്തോളം വീക്കാണോ എന്നുള്ളതൊന്നും ഇവിടെ എഫക്റ്റ് ആകുന്നില്ല. പുതിയൊരു സബ്ജക്ട് സീറോ നമ്മൾ ഒന്നും അറിയാത്തൊരു സബ്ജക്റ്റിനെ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുകയാണ്. അത് ബിസിനസ് സ്റ്റഡി ആയാലും എക്കണോമിക്സ് ആയാലും അക്കൗണ്ടൻസി ആയാലും. അതുകൊണ്ട് ആ ഒരു പ്രശ്നം അവിടെ ഒരിക്കലും ഉണ്ടാവുന്നില്ല. കൂടാതെ അക്കൗണ്ടൻസി വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. കൃത്യമായിട്ട് എക്സാം ഹാളിലും ക്ലാസ് റൂമിലൊക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ടൻസിയെല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് പോവാം. ഇനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത്, അക്കൗണ്ടൻസിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് നമുക്ക് തിയറിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് വായിച്ചു നോക്കി, കുട്ടികൾ സാധാരണ തിയറി സബ്ജക്റ്റുകൾ പഠിക്കുന്ന പോലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കും. പക്ഷേ നമ്മൾ നേരെ 3rd ചാപ്റ്ററിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കുമുള്ള അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ചാപ്റ്ററിന് പേര് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്നാണ്. അപ്പോൾ +1 നമ്മൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ക്ലിയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിയറി പഠിക്കുമ്പോൾ തീർച്ചയായും ഒരു നോർമൽ തിയറി പഠിക്കുന്നത് പോലെ നിങ്ങൾ ഇപ്പം പഠിക്കുന്നുണ്ടാവും, ഫസ്റ്റ് ചാപ്റ്ററിൽ എത്തിയിട്ടുണ്ടാവും. നോർമൽ തിയറി പഠിക്കുന്ന പോലെ അല്ല പഠിക്കേണ്ടത്, അതൊരു പ്രോബ്ലം പേപ്പർ ആണ് എന്നുള്ള രീതിയിൽ വേണം തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഡെപ്റ്റേഴ്സ് എന്നുള്ള ടേം നമ്മൾ പഠിക്കും, ഡെപ്റ്റേഴ്സ്. ആ ഡെപ്റ്റേഴ്സ് എന്നുള്ള ടേം ജസ്റ്റ് ഒരു മീനിങ് മാത്രം നമ്മൾ പഠിച്ചു പോകും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഡെപ്റ്റർ എന്താണെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കുകയും ഇനി അങ്ങോട്ട് വരുന്ന ചാപ്റ്റേഴ്സിൽ, അതായത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 മുതൽ അവസാനം വരെയുള്ള ചാപ്റ്റേഴ്സിൽ ഈ ഡെപ്റ്റേഴ്സിനെ നിങ്ങൾ കാണാൻ പോകുന്നത് എമൗണ്ടിന്റെ രൂപത്തിലാണ്. ഡെപ്റ്റേഴ്സ് 10,000 rupees, ഡെപ്റ്റേഴ്സ് 20,000 rupees എന്നാണ്. സോ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മുടെ +1 അക്കൗണ്ടൻസി ക്ലാസ്സിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് തിയറി ആണെങ്കിലും അത് പ്രോബ്ലമായിട്ട് കണക്റ്റഡ് ആണ്. അത് കണക്ട് ചെയ്തുകൊണ്ട് വേണം അതിന്റെ മീനിങ് നിങ്ങൾ പഠിക്കാൻ. അപ്പൊ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ചാപ്റ്റേഴ്സിൽ എത്തി നിൽക്കുമ്പോൾ. നിങ്ങൾ ചാപ്റ്റേഴ്സ് ഇപ്പോൾ 1 or 2 ചാപ്റ്ററായി നിൽക്കുന്നത്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ വരുമ്പോൾ നമ്മൾ അക്കൗണ്ടൻസി തുടങ്ങാൻ പോവുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്ററാണ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1. കാരണം ഈ ബേസ് നിങ്ങൾ ജേർണലൈസിംഗിലും പഠിക്കാൻ പോവുകയാണ്, റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്, 1ാമത്തെ ഫംഗ്ഷൻ ആണ്. ആ ബേസ് എങ്ങനെയുണ്ടോ അത് വെച്ചായിരിക്കും നിങ്ങൾ വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിൽ കണക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ 3ാമത്തെ ചാപ്റ്ററായ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 തന്നെയാണ്. മക്കൾക്ക് തീർച്ചയായിട്ടും അറിയാം സൈലം കൊമേഴ്സ് ക്ലാസ്സുകളെ കുറിച്ച്. സൈലം കൊമേഴ്സ് ട്യൂഷൻ ക്ലാസ്സുകൾ, ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ യുവ ബാച്ചിലൂടെയാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുവ +1 +2 ബാച്ചുകൾ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരുപാട് കുട്ടികൾ ഞങ്ങളുടെ ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അവർക്കെല്ലാം ഞങ്ങളുടെ അക്കൗണ്ടൻസി എന്ന് പറയുന്ന പേപ്പറിൽ ഇപ്പോൾ 2ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ 3rd ചാപ്റ്റർ, അടുത്ത ക്ലാസ് ശരിക്കും വരുന്നത് 3rd ചാപ്റ്റർ ആണ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1. അപ്പോൾ ഞങ്ങൾ പ്രത്യേകം നിങ്ങൾക്കറിയാം, ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും അതിനുള്ള സ്പെഷ്യൽ റിവിഷൻ, ഓൺലൈൻ റിവിഷൻ കൊടുക്കാറുണ്ട്. ഓരോ ചാപ്റ്റേഴ്സിനും എക്സാമിനേഷൻ നടക്കാറുണ്ട്. അങ്ങനെ ഓരോന്നിനും സ്പെഷ്യൽ റിവിഷനും എക്സാംസും ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്ത ചാപ്റ്റേഴ്സ് ഞങ്ങൾ പോകും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം നമുക്ക് ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ഇല്ല. ഒരു ഫസ്റ്റ് ടേം എക്സാമിനേഷൻ കോമൺ ആയിട്ട് നമുക്കില്ല സ്കൂളുകളിൽ. ഓരോ സ്കൂളുകളിലും സ്പെഷ്യൽ എക്സാംസ് ആണ് നടത്താറ്. അതത് ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത്. പക്ഷെ നമുക്കൊരു ഓണപ്പരീക്ഷ പോലെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യണം. പരീക്ഷകളുടെ ഒരു ഷെഡ്യൂൾ കൊടുക്കുന്നത് കൃത്യമായ മാസങ്ങളിൽ ആ സബ്ജക്റ്റിന്റെ ആ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ 3 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ ടേമിൽ തന്നെ പഠിച്ച് അത് ആ സമയത്ത് ക്ലിയർ ചെയ്യണം. ഇനി അടുത്ത ഒരു 3 മാസം വരുമ്പോൾ അടുത്ത ചാപ്റ്റേഴ്സ് പഠിക്കണം. അങ്ങനെ ഒരുമിച്ച് പഠിക്കാതെ ഓരോ സമയത്തും ആ സബ്ജക്റ്റിന്റെ ആ ചാപ്റ്റേഴ്സ് ക്ലിയർ ചെയ്ത് വേണം പബ്ലിക് എക്സാമിലേക്ക് പോകാൻ. നമുക്ക് പബ്ലിക് എക്സാമിനേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഫോളോ അപ്പ് നടത്താൻ. നമ്മുടെ യുവ ആപ്പിൽ കൃത്യമായി നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് കൊമേഴ്സ് വിദ്യാർത്ഥികളൊക്കെ എക്സാമിനേഷന് തലേ ദിവസം മാത്രം വായിച്ചു നോക്കുകയും ഒരു പെട്ടെന്നുള്ള ഒരു പ്രിപ്പറേഷനിലൂടെയൊക്കെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ പോരാ. വെറും എക്സാമിനേഷന്റെ മാർക്ക് മാത്രമല്ല, കൊമേഴ്സ് ഒരു വലിയ സബ്ജക്റ്റാണ്, വലിയ മേഖലയാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബേസ് സ്ട്രോങ് ആയിരിക്കണം. +1 ക്ലാസ്സിന്റെ ബേസ് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ വലിയ മേഖലയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സബ്ജക്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണം. ഓരോ സബ്ജക്ട്, പ്രത്യേകിച്ച് അക്കൗണ്ടൻസിയിലും ഇൻഡെപ്ത് പഠിക്കണം. വെറും ഒരു മാർക്ക് ഓറിയന്റഡ് അല്ല, അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് അല്ലാതെ സബ്ജക്റ്റിനെ ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ നമുക്ക് കൊമേഴ്സിന്റെ വലിയ സാധ്യതകൾ പ്രൊഫഷണൽ കോഴ്സിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റണം.
അതാണ് കൊമേഴ്സിന്റെ ഒരു പീക്ക് എന്ന് പറയുന്നത്, വെറും എക്സാമിനേഷൻ മാത്രമല്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് യുവ ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലേ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് തീർച്ചയായും ജോയിൻ ചെയ്യാം. നേരത്തെ നമുക്ക് പഠിച്ചു തുടങ്ങാം.